ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ചാപ്റ്റർ ഇമ്പോർട്ടൻസ് ഡിസ്ക്ലോസർ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇതിൽ നമ്മൾ കാര്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഡിസ്ക്ലോസ് ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ എയിംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക്ലോസർ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറയാം എന്നുള്ളതാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഏണിംഗ് പെർ ഷെയർ ബേസിക് ആൻഡ് ഡയലൂട്ടഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33 അല്ലെ. കാര്യമായിട്ട് നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഇതിൽ ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് ഈ ഒരു ഏണിംഗ് പെർ ഷെയർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33 കാര്യമായിട്ട് അതിൽ 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ബേസിക് EPS മറ്റൊന്ന് ഡയലൂട്ടഡ് EPS. ഓക്കെ, നമുക്ക് അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കിടക്കാം. സോ ഏണിംഗ് പെർ ഷെയർ ബേസിക് ആൻഡ് ഡയലൂട്ടഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33. ഓക്കെ, ഈ ഒരു ബേസിക് അതുപോലെ തന്നെ ഡയലൂട്ടഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ എന്താണ് EPS എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33 ബേസിൽ എന്താണ് EPS, അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ കുറച്ച് ഡെഫിനിഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ എങ്ങനെയാണ് ബേസിക് EPS കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്താണ് EPS എന്നുള്ളത്? EPS ഈസ് എ ഫൈനാൻഷ്യൽ റേഷ്യോ ദാറ്റ് പ്രൊവിഷൻസ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഏണിംഗ് അവൈലബിൾ ടു ഈച്ച് ഇക്വിറ്റി ഷെയർസ്. എന്താണ്, ഓരോ ഇക്വിറ്റി ഷെയർസിനും അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഷെയറിൻ്റെ റേഷ്യോ ആണെന്ത് ഏണിംഗ് പെർ ഷെയർ എന്നുള്ളത്. ഓക്കെ, 2 ടൈപ്സ് ഉണ്ട്. അത് ഒന്ന് ഓർഡിനറി EPS മീൻസ് ബേസിക് EPS, മറ്റൊന്ന് ഡയലൂട്ടഡ് EPS. ഓക്കെ, ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ എന്താണ് ഈ ഒരു മീനിങ്സിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. Then it is based on past date. It can be easily manipulated by changing the accounting policies. The chances of manipulation, more incentives for top management personnel, mainly based on EPS. എന്താണ് EPS? സാധാരണ പാസ്റ്റ് ഡേറ്റിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ EPS ആണ് നമ്മൾ എടുക്കുക. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ EPS ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പാസ്റ്റ് ഡേറ്റിൻ്റെ EPS കാണുന്നത് കൊണ്ട് തന്നെ അവിടെ മാനിപ്പുലേഷന് വരാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ കമ്പനിയുടെ ടോപ്പ് ലെവൽ അതോറിറ്റി അല്ലെങ്കിൽ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിൻ്റെ ഇൻസെൻറ്റീവ്സും പേയ്മെൻറ്റും ഒക്കെ പ്രധാനമായിട്ടും EPS ബേസാണ്. ഓക്കെ, EPS എന്നാൽ ഷെയർ ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് കിട്ടുന്ന റേഷ്യോ ആണല്ലോ. അപ്പോൾ EPS അതിൻ്റെ ബേസിലാണ് എക്സിക്യൂട്ടീവ്സിൻ്റെ ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മാനിപ്പുലേഷൻസ് വരുത്താനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, മറ്റൊരു കേസിൽ പറഞ്ഞാൽ EPS കൂടുതലായാൽ എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ഹാപ്പി ആയിരിക്കും. സ്വാഭാവികമായിട്ടും മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിനെ അത് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും, ഇല്ലേ? സോ ഒരു പോയിൻ്റ് അല്ലേ, ഒരു പോയിൻ്റ് കൂടിയാൽ EPS ആൾക്കാർക്കൊരു അട്രാക്ഷൻസ് വരും. സോ ഇതിൽ മാനിപ്പുലേഷൻസ് വരാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഒരു ക്ലിയർ സ്റ്റാൻഡേർഡ്സ് ആവശ്യമുണ്ട്. ഈ ഒരു EPS കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ക്ലിയർ സ്റ്റാൻഡേർഡ്സ് ആവശ്യമാണ്. സോ അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒഴിവാക്കാൻ ഒരു ക്ലിയർ അക്കൗണ്ടിങ് പോളിസി ആവശ്യമാണ്. അതാണെന്ത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33 എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33 വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയെന്നുള്ളത് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33. ഇറ്റ് to improve the comparability of performance of different entities in the some period and of the same entity in different accounting period by prescribing method for determining the number of shares to be included in the calculation of EPS and other amounts and specifying the presentation of EPS in the financial statement. കമ്പയറബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് എൻറ്റിറ്റിയുടെ കമ്പയറബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ്. ഓക്കെ, ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനികളെ നമ്മൾ കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരേ സ്റ്റാൻഡേർഡ് വേണം. എന്നാലേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനികളെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ അത്തരത്തിലുള്ള കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് ഈ ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മറ്റൊരു ഒബ്ജക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു EPSൻ്റെ കാൽക്കുലേഷനിൽ വരുന്നിട്ടുള്ള ഇഷ്യൂസ്, പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ അല്ലേ കൃത്യമായിട്ട് അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, EPS കാൽക്കുലേഷൻ എങ്ങനെയാണ് നമ്മൾ അതിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ
കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാര്യമായിട്ട് ഡയല്യൂട്ടഡ് ആയിട്ടുള്ള EPS വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് ബേസിക് EPSൻ്റെ ബേസിൽ പ്രോബ്ലംസ് വരാൻ സാധ്യതയില്ല. ഡയല്യൂട്ടഡ് ആയിട്ട് EPS വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയല്യൂട്ടഡ് EPS വരുമ്പോഴാണ് ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ EPS എന്നാൽ ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് നെറ്റ് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഫോർ ഇക്വിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഓക്കെ, പറഞ്ഞാൽ മൊത്തത്തിലുള്ള പ്രോഫിറ്റ് അല്ലേ, എല്ലാ എക്സ്പെൻസൊക്കെ ഒഴിവാക്കി ടാക്സും അടിച്ചതിൻ്റെ ശേഷമുള്ള പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സിനൊക്കെ പിരിച്ചു വിട്ടതിൻ്റെ ശേഷമുള്ള പ്രോഫിറ്റിനെ നമ്മൾ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് എന്ത് ബേസിക് ആയിട്ടുള്ള EPS കിട്ടുക. അപ്പോൾ ഈ ഒരു നമ്പർ ഓഫ് ഷെയർസ് എങ്ങനെയാണ് തീരുമാനിക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പോളിസീസ് അല്ലെങ്കിൽ റൂൾസ് കൊണ്ടുവരാനാണ് ഈ ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് ഇവിടെ പറയുന്നുണ്ട് 2 ഒബ്ജക്റ്റീവ്സ്. ആ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ സിംപ്ലൈസ് ചെയ്യുകയാണ്. ടു പ്രിസ്ക്രൈബ് പ്രിൻസിപ്പിൾ ഫോർ ഡിറ്റർമിനേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഏണിംഗ് പെർ ഷെയർ. അല്ലെ, ഏണിംഗ് പെർ ഷെയർ ആ ഒരു EPS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക, അതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യുക, ആ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33 വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു EPS കാൽക്കുലേറ്റ് ചെയ്യുക, സോ പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വളരെ കൃത്യമായിട്ട് ഈ ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്നത്. ദെൻ സെക്കൻഡ്, ടു ഇംപ്രൂവ് കമ്പാരബിലിറ്റി ഓഫ് പെർഫോമൻസ് അമംഗ് ഡിഫറെൻറ്റ് എൻ്റർപ്രൈസസ് ആൻഡ് അമംഗ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പീരീഡ് ഇൻ സെയിം എൻ്റർപ്രൈസസ്. ഇതാണ് ഡിഫറെൻറ്റ് കമ്പനികളെ ശ്രദ്ധിക്കണേ, ഡിഫറെൻറ്റ് കമ്പനികളെ പരസ്പരം എന്താണ് അതിൻ്റെ കമ്പാരബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ഏത് കമ്പനിയാണ് അല്ലേ ഏറ്റവും നല്ലത്, ഏണിംഗ് പെർ ഷെയർ കൂടുതലായിട്ടുള്ളത് ഡിഫറെൻറ്റ് എൻറ്റിറ്റിയുടെ കമ്പാരബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ അതിനൊരേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വേണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരേ കമ്പനീൻ്റെ ഡിഫറെൻറ്റ് പീരീഡുകളിലുള്ള എന്താണ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പാരബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33ൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, 2 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്താണ് നമ്മുടെ ആ ഒരു കമ്പാരബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. രണ്ടാമത്തത് ഈ ഒരു EPSുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസൻറ്റേഷൻ അതുപോലെ തന്നെ അതിൻ്റെ ഡിറ്റർമിനേഷനും വളരെ കൃത്യമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുക. അല്ല, അതിലുള്ള ഇഷ്യൂസ് പ്രോബ്ലംസൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ മെത്തേഡുകൾ കാര്യമായിട്ട് എന്ത് ചെയ്യുക ഡിസ്ക്ലോസ് ചെയ്യുക. അതാണ് ഈ ഒരു ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് കുറച്ച് ഡെഫിനിഷൻ നോക്കാം. ഫസ്റ്റ് അല്ലേ, ഇത് ഏതൊരു തിയറി വരുമ്പോഴും അതിൻ്റെ അണ്ടറിൽ കുറച്ച് ഡെഫിനിഷൻസ് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, നമുക്കതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ്, ഓർഡിനറി ഷെയർ. എന്താണ് ഓർഡിനറി ഷെയർ എന്ന് ഉദ്ദേശിച്ചത്, അതിന് ഈ ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33ൽ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ എന്താ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, an ordinary share is an equity instrument that is subordinate to all other classes of equity instruments. It is also known as common share. Simply ordinary share കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമൺ ഷെയർ ആണ്, ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, അതാണ് എന്ത് ഓർഡിനറി ഷെയർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ. എന്താണ് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ? Potential ordinary share is a financial instruments or other contract that may entail to its holders to ordinary shares. ഓക്കെ, എന്താണ് അത് കൈവശമുള്ള ആൾക്ക് ഓർഡിനറി ഷെയർ കിട്ടാനുള്ള സാധ്യത ഉള്ള ഇൻസ്ട്രുമെൻറ്റ്സ്. ഇപ്പം പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ അടുത്തൊരു ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, ആ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഫൈനലി എന്ത് ചെയ്യാം അല്ലെ, അത് നമുക്ക് ഓർഡിനറി ഷെയർ ആക്കി മാറ്റാനുള്ള സാധ്യതയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണെന്ത് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവർക്ക് അവരെ കയ്യിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് അതെന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് അത് ഓർഡിനറി ഷെയർ ആക്കി മാറ്റാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് പറയുന്നുണ്ട് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ, കൺവേർട്ടിബിൾ ഡെപ്റ്റ്, ഷെയർ വാറൻറ്റ്, ഷെയർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ. എന്താണ് കൺവേർട്ടിബിൾ ബോണ്ട് അല്ലെങ്കിൽ കൺവേർട്ടിബിൾ ഡിബഞ്ചർ എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ, നമ്മൾ വാങ്ങുമ്പോൾ ഡിബഞ്ചർ ആയിരിക്കും, ഒരു നിശ്ചയ സമയം കഴിഞ്ഞാൽ അത് നേരെ ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് എന്ത് പറഞ്ഞത്
പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ ഏണിംഗ് പെർ ഷെയർ കൊണ്ട് ഉദ്ദേശിച്ചത് ഇറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഈച്ച് ഓർഡിനറി ഷെയർ. എന്താണ്? ഓർഡിനറി ഷെയറിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. ഓരോ ഓർഡിനറി ഷെയറിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ഓഫ് എൻ എൻറ്റിറ്റി ഇൻ ദി പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എൻറ്റിറ്റി ഫോർ ദി റിപ്പോർട്ടിംഗ് പീരീഡ്. എന്താണ്? ഓരോ ഇക്വിറ്റി ഷെയർസിനും അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഷെയറിൻ്റെ റേഷ്യോ. ഓക്കെ, ആ ഒരു പ്രോഫിറ്റിൽ എത്രത്തോളം ഉണ്ട് ഓരോ ഷെയറിനും ഉള്ള ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഏണിംഗ് പെർ ഷെയർ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ ഡയലൂഷൻ. എന്താണ് ഡയലൂഷൻ? ഡയലൂഷൻ ഈസ് എ റിഡക്ഷൻ ഇൻ ഏണിംഗ് പെർ ഷെയർ ഓർ ഇൻക്രീസ് ഇൻ ലോസ് പെർ ഷെയർ റിസൾട്ടിംഗ് ഫ്രം ദി അസംഷൻ ദാറ്റ് കൺവേർട്ടിബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ കൺവേർട്ടഡ്, ദാറ്റ് ഓപ്ഷൻസ് ഓർ വാറൻറ്റ്സ് ആർ എക്സസൈസ്ഡ് ഓർ ദാറ്റ് ഓർഡിനറി ഷെയർസ് ആർ ഇഷ്യൂഡ് അപ്പോൺ ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് സ്പെസിഫൈഡ് കണ്ടീഷൻ. ഡെഫിനിഷനാണ് കേട്ടോ. അപ്പോൾ EPS എന്താണ്? റിഡക്ഷൻ ഇൻ ഏണിംഗ് പെർ ഷെയർ. EPS റിഡക്ഷൻ വരികയാണ്. എങ്ങനെയാണ് റിഡക്ഷൻ വരുന്നത്? ഷെയറിൻ്റെ നമ്പർ കൂടുക. ഓക്കെ, എങ്ങനെ ഷെയറിൻ്റെ നമ്പർ കൂടുക? കൺവേർട്ടിബിൾ ഷെയർസ് അല്ലെങ്കിൽ കൺവേർട്ടിബിൾ ഡിബെഞ്ചർ ഒക്കെ വരുമ്പോൾ അല്ലേ, ആ കൺവേർട്ടിബിൾ ഡിബെഞ്ചർ കൺവേർട്ടിബിൾ ഷെയറൊക്കെ നേരെ മാറിയിട്ട് അത് ഓർഡിനറി ഷെയറായി മാറും. അപ്പോൾ എന്തുണ്ടാവും? ഷെയറിൻ്റെ എണ്ണം കൂടുമല്ലോ ഇല്ലേ? അപ്പോൾ എന്താണ്? EPS കുറവ് വരുന്നതിനെയാണ് എന്ത് പറഞ്ഞത്? ഡയലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്കോപ്പ് നോക്കാം. ഈ ഒരു ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 33ൻ്റെ സ്കോപ്പ് നോക്കാം. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 33 ഈസ് മാൻഡേറ്ററി ടു ഓൾ കമ്പനീസ്. എല്ലാ കമ്പനികൾക്കും എന്താണ്? ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 33 നിർബന്ധമാണ്. ഹൗഎവർ ഡിസ്ക്ലോസർ ഓഫ് ഡൈല്യൂട്ടഡ് EPS ഈസ് നോട്ട് മാൻഡേറ്ററി ഫോർ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് കമ്പനീസ്. ഓക്കെ, എന്താണ്? ചെറിയ കമ്പനികൾ ഇല്ലേ, MSME പോലുള്ള ചെറിയ കമ്പനികൾക്ക് എന്തില്ല? ഇത് നിർബന്ധം ഇല്ല. അല്ലാത്ത എല്ലാ കമ്പനികൾക്കും എന്താണ്? EPSും ഡയലൂട്ടഡ് ബേസിക് EPSും അതുപോലെ ഡയലൂട്ടഡ് EPS ഒക്കെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ കാണണം, നിർബന്ധമായിട്ട് അത് വെക്കണം. ഓക്കെ, ദെൻ നമുക്ക് ടൈപ്സ് ഓഫ് EPS നോക്കാം. 2 ടൈപ്സ് EPS ആണുള്ളത്. ഫസ്റ്റ് വൺ ബേസിക് EPS, മറ്റൊന്ന് ഡയലൂട്ടഡ് EPS. എന്താണ് ബേസിക് EPS, എന്താണ് ഡയലൂട്ടഡ് EPS എന്നുള്ളത് നമുക്ക് നോക്കാം. ബേസിക് EPS കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് അല്ലേ. ബേസിക് EPS മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഓർ ലോസ് ആട്രിബ്യൂട്ടഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. എന്താണ്? പ്രോഫിറ്റ് അല്ലേ, പ്രോഫിറ്റ് ഓർ ലോസ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അല്ലേ കൊടുക്കേണ്ടതായിട്ടുള്ള പ്രോഫിറ്റാണ്. ദെൻ ഡിവൈഡഡ് ബൈ വെയ്റ്റ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂറിങ് ദി പീരീഡ്. ഓക്കെ, അപ്പം നിലവിലുള്ള നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ആദ്യം കാണുന്നത് ഓർഡിനറി ഷെയർസിന് ലഭിക്കാവുന്ന പ്രോഫിറ്റ്. അതാണ് പ്രോഫിറ്റ് ഓർ ലോസ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കാവുന്ന പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂറിങ് ദി പീരീഡ്. എന്താണ്? അപ്പോൾ അവിടെ നിലവിലുള്ള നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണോ അത്. ഓക്കെ, ഈ ഒരു ഡിവിഷൻ നടത്തിയാൽ എന്ത് കിട്ടും? നമുക്ക് ഏണിംഗ് പെർ ഷെയർ കിട്ടും. അതാണ് നമ്മൾ ബേസിക് ഏണിംഗ് പെർ ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കാവുന്ന പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി പീരീഡ്. എന്താണ് നെറ്റ് പ്രോഫിറ്റ് എത്രയെന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, ദെൻ എത്രയാണോ ആ ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത്. ഓക്കെ, അതിക്ക് എന്ത് ചെയ്യണം? അതിൽ നിന്ന് നമ്മൾ ടാക്സ് ലയബിലിറ്റി കുറക്കണം. ഓക്കെ, കറൻറ്റ് അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് എന്താണ് ചുരുക്കി പറഞ്ഞാൽ ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യണം? അതിൽ നിന്ന് കുറക്കണം. അപ്പോൾ എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ആ നെറ്റ് പ്രോഫിറ്റ് നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ഹോൾഡറിന് കൊടുക്കാനുള്ള ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് കുറക്കണം. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഡിവിഡൻഡ് നമ്മൾ കൊടുക്കണം. അതും കൂടി കുറച്ചാലേ എന്ത് കിട്ടുള്ളൂ? നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൊടുക്കാനുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. ആദ്യം മൊത്തം പ്രോഫിറ്റ് ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ടാക്സ് കുറക്കണം. ആ ടാക്സ് കുറച്ചതിന് ശേഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എന്ത് ചെയ്യണം? അല്ലേ, അവർക്ക് കൊടുക്കാനുള്ള അവർക്ക് കൊടുക്കാനുള്ള ഡിവിഡൻഡ് നമ്മൾ കുറച്ചതിന് ശേഷം ഉള്ള എമൗണ്ടാണ് എന്ത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള പ്രോഫിറ്റ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക.
ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നാളെ ചെയ്യാം.